പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹ കാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. ഈശോയുടെ സാക്ഷികളാകാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശിഷ്യരെ എന്ന പോലെ ഈ കാലത്ത് നമ്മളെ അയച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ആത്മീയ ഗുണങ്ങളെക്കുറിച്ച്, അവരുടെ ക്രൈസ്തവ ജീവിതം സാക്ഷ്യം നൽകേണ്ടതാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഏതാനും ചില പ്രാർത്ഥനാ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈശോ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ ചിന്തകൾ നമ്മൾ കണ്ടു പഠിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈശോ അതിന് ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചില നന്മകൾ, അവയിലുള്ള ചില ഗുണങ്ങൾ നമ്മളും അനുവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈശോ ചെമ്മരിയാടിനെ കുറിച്ച് പറയുന്നു, സർപ്പത്തെക്കുറിച്ച് പറയുന്നു, പ്രാവിനെക്കുറിച്ച് പറയുന്നു. നമ്മളൊരു പക്ഷേ മൃഗങ്ങളെന്ന്, പക്ഷികളെന്ന് കരുതി നമ്മളെക്കാൾ, മനുഷ്യനേക്കാൾ താഴെയാണല്ലോ അവയുടെ സ്ഥാനമെന്ന് പൊതുവെ ചിന്തിച്ച് അവയെ മറ്റൊരു രീതിയിൽ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ തരം താഴുന്ന രീതിയിൽ കാണുമ്പോൾ, അവരിലും ദൈവം നമുക്കായി ചില സന്ദേശങ്ങളും നന്മകളും ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ നാളുകളിലൊക്കെ ഒരുപക്ഷെ TV-യിലും അതുപോലെ റീലുകളിലുമൊക്കെ കാണുന്നത് പക്ഷികളും മൃഗങ്ങളുമൊക്കെ പുലർത്തുന്ന അവയുടെ സാധാരണ അവയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായ സഹാനുഭൂതിയും നന്മയും പരസ്പര സ്നേഹവും സഹകരണത്തിൻ്റേതുമൊക്കെ പല വീഡിയോകളും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒന്ന്, ഒരു കുതിരയുടെ മുമ്പിൽ അതിന് കഴിക്കാനുള്ള ഒരു ചെറുധാന്യത്തിൻ്റെ ഭക്ഷണം വെച്ചിരിക്കുന്നു. അതിനടുത്തായിട്ട് കുറേ പക്ഷികളും വന്ന് നിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ കുതിര അതിൻ്റെ മുഖം കൊണ്ട് ആ പാത്രം ഒന്ന് തട്ടിമറിച്ച് ആ പക്ഷികൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് കൂടി ഈ ധാന്യങ്ങൾ ചെന്ന് വീഴത്തക്ക രീതിയിൽ അത് തട്ടിമറിച്ചിട്ട് അതും കൂടി അത് ഭക്ഷിക്കട്ടെ എന്ന് കരുതി സഹാനുഭൂതിയോടെ, പരിഗണനയോടെ പെരുമാറുന്ന കാര്യങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടു. വളരെ ആകർഷകമായി തോന്നി. ഇത്തരം പല വീഡിയോകളും മൃഗങ്ങൾ ചെയ്യുന്ന അസാധാരണമായ ചില നന്മയുടെ, സഹാനുഭൂതിയുടെ, പരിഗണനയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മളിലേക്കും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യനൊരു പക്ഷേ മാനുഷിക ഗുണങ്ങൾ നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ തലത്തിലേക്കും അതിന് താഴേക്കുമൊക്കെ തരം താഴുന്നു. ചിലപ്പോൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്തകൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യന് ഇപ്രകാരം മനുഷ്യത്വം നഷ്ടപ്പെട്ട് ക്രൂരമായി പെരുമാറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ലോകത്തിൽ, മൃഗങ്ങൾ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളെക്കുറിച്ചും അവർ തന്നെ ചെയ്ത് കാണിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന സന്ദർഭങ്ങൾ കാണുന്നു. അപ്രകാരം ചില നല്ല കാര്യങ്ങൾ മൃഗങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത്, പക്ഷികളിൽ കാണേണ്ടതൊക്കെ ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. അത്തരത്തിലൊന്നാണ് ഒന്നാമത്തെ ഒരു ചിന്ത. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. അതിനു മുമ്പ് ഈശോ പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ അയക്കുന്നു. ഇവിടെ പറയുന്നു, സർപ്പത്തെ പോലെ വിവേകിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും ഉള്ളവരായിരിക്കുവിൻ. വിവേകം എന്നുള്ളത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് നന്മയെ അടിസ്ഥാനമാക്കി പെരുമാറാനുള്ള ഒരു കഴിവാണ്. അതാണ് വിവേകം എന്ന് പറയുന്നത്. മലയാള ഭാഷയിൽ അതിനൊരൊറ്റ വാക്കുണ്ട്, പ്രത്യുൽപ്പന്ന മതിത്വം. സാഹചര്യത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള കഴിവ്. സർപ്പത്തെക്കുറിച്ചാണ് വിവേകത്തിൻ്റെ ഒരു അടയാളമായി പറയുന്നത്. സർപ്പം ബൈബിളിൽ ഒരു തിന്മയുടെ സൂചനയായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദി മാതാപിതാക്കൾക്ക് സംഭവിച്ച ആ ഒരു പാപത്തിൻ്റെ അപകട സാഹചര്യം തൊട്ട് സർപ്പം എപ്പോഴും ഒരു തിന്മയുടെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈശോ സർപ്പത്തെ ഒരു മാതൃക എന്നതുപോലെ കണ്ടുപഠിക്കാൻ പറയുന്നു. സർപ്പത്തിൻ്റെ വിവേകം കാണിക്കുക. എന്താണ് സർപ്പത്തിൻ്റെ വിവേകം? സർപ്പത്തെക്കുറിച്ച് സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഒരു വഴിയിൽ സർപ്പം കിടക്കുകയാണെങ്കിൽ അകലെ നിന്ന് ആളുകൾ നടന്നു വരുന്ന അതിൻ്റെ തരംഗങ്ങൾ വായുവിലുണ്ടാക്കുന്നത് ഈ സർപ്പത്തിൻ്റെ ദേഹത്ത് വന്ന് ആ വായു തരംഗം സ്പർശിക്കുമ്പോൾ സർപ്പം ബോധപൂർവം ആ വഴിയിൽ നിന്ന് എഴുന്നേറ്റ്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഇഴഞ്ഞു മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ
പുല്ലുകളുള്ള സ്ഥലത്തേക്കോ ആളുകൾ നടന്നു വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്കോ പോയി കിടക്കുമെന്ന് പറയുന്നു. കാരണം സർപ്പം വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയാണ്: ഇത് ഞാൻ വഴിയിൽ കിടക്കുന്നത് കാണാതെ ഒരാൾ നടന്നു വന്ന് എൻ്റെ ദേഹത്ത് ചവിട്ടിയാൽ എനിക്ക് നോവും. ആ നോവുമ്പോൾ ഞാൻ എന്നെ ഉപദ്രവിച്ചയാളെന്നുള്ള നിലയ്ക്ക് അയാളെ ഞാൻ അയാളുടെ കാലിൽ കടിക്കും. അത് അയാൾക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ അയാൾ എന്നെ ഒരുപക്ഷെ ഉപദ്രവിച്ച് തല്ലിക്കൊല്ലും. അത് അയാളുടെ മരണത്തിനും എൻ്റെ മരണത്തിനും കാരണമാകും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മാറിക്കിടന്നേക്കാം എന്ന ഒരു വിവേകപൂർണമായ ആലോചനയുള്ള ഒരു ചിന്തയുടെ ഭാഗമായി സർപ്പം ആ വഴിയിൽ നിന്ന് മാറിക്കിടക്കും, അല്ലെങ്കിൽ അപ്രകാരം ഇഴഞ്ഞു മാറും എന്നാണ് പറയുന്നത്. നമുക്കും മറ്റുള്ളവർക്കും അപകടമുണ്ടാവാനുള്ള, ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ, അത് സംസാരം കൊണ്ടാകട്ടെ, പെരുമാറ്റം കൊണ്ടാകട്ടെ, ഇടപെടലുകൾ കൊണ്ടാവട്ടെ, അത് കണ്ട് ബോധപൂർവം വിവേകപൂർവം ഒഴിഞ്ഞ് മാറി അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ചിന്ത നമ്മളിലുണ്ടാകുമ്പോൾ വിവേകപൂർണമായ പെരുമാറ്റമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അപകടങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഇപ്രകാരമുള്ള ഒരു വിവേകം പുലർത്താത്തത് കൊണ്ടുകൂടിയാണ്. അനാവശ്യ അവസരങ്ങളിൽ കയറി സംസാരിക്കുന്നതും ഇടപെടുന്നതും ആവശ്യമില്ലാത്തയിടത്ത് ചെന്ന് തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം. ഈശോ പറയുന്നു, ബുദ്ധിയില്ലാത്ത ഒരു മൃഗമായ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സർപ്പത്തിൽ നിന്ന് കണ്ടുപഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം ക്രിസ്തു ശിഷ്യന് ഉണ്ട്. നമ്മളിലും ഈ വിവേകത്തിൻ്റെ ഗുണം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കുക എന്നുള്ളതാണ്. പ്രാവ് വളരെ ഒരു സാധു ജീവി എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. കൊല്ലാൻ പിടിച്ചാൽ പോലും ഇതിനെ പിടിച്ചയാൾ ഉപദ്രവിക്കാത്ത, ശാന്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ മാത്രം ശ്രമിക്കുന്ന ഒരു സാധുജീവി. വളരെ ഒരു ആത്മീയമായ ചിത്രം പ്രാവിനെക്കുറിച്ചുണ്ടെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം കൂടിയാണ് പ്രാവ്. വിവേകം ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട ഗുണമാണ്. നിഷ്കളങ്കത സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ട ഗുണമാണ്. ഈശോ പറഞ്ഞത് സർപ്പത്തെ പോലെ വിവേകവും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും. നിഷ്കളങ്കത സ്വർഗത്തിൽ ചെന്നിട്ടല്ല, നമ്മുടെ ആത്മാവ് അവിടെ ചെന്നിട്ടല്ല നമ്മൾ നിഷ്കളങ്കമായിരിക്കേണ്ടത്, മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെയാണ്. ഈ ഭൂമിയിൽ തിന്മയേൽക്കാതെ ജീവിക്കാനായി നമുക്ക് വിവേകം വേണം. അതേപോലെ തന്നെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ നമുക്ക് നിഷ്കളങ്കതയും വേണം. അതുകൊണ്ട് രണ്ട് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോ ഈ ഉപമകളിലൂടെ അല്ലെങ്കിൽ ഈ പ്രതീകങ്ങളിലൂടെ പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട ഗുണമായ വിവേകവും സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന നിഷ്കളങ്കതയും നമ്മൾ ഇവിടെ വെച്ച് തന്നെ സമ്പാദിക്കണം. ഒരർത്ഥത്തിൽ ഈ ലോക ജീവിതവും സ്വർഗീയ ജീവിതത്തിൻ്റെ തുടക്കവും അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കവും നമ്മൾ ഒരുമിച്ച് ഇവിടെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഇടപെടലുകളിലുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിവേകവും സ്വർഗത്തിന് ചേരുന്ന രീതിയിലുള്ള കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ജീവിതവും നമുക്കുണ്ടാകട്ടെ. രണ്ടാമതൊരു കാര്യം ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത്, ഈശോ പറയുന്നു, നിങ്ങൾ സാക്ഷ്യം നൽകേണ്ട ജീവിതമാണ്. നിങ്ങൾ അതിന് പോകുമ്പോൾ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളല്ല, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവായിരിക്കും സംസാരിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഉറച്ച് ഈശോയുടെ ശിഷ്യയായി ജീവിക്കുന്ന ഏതൊരാളുടെയും ഉള്ളിൽ ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരല്ല, അവരുടെ ചിന്തകളും അവരുടെ ഭാവനകളുമല്ല ആ ജീവിതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവം തന്നെയാണ്. ഈശോ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ആത്മാവാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ അവലോകനം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിലൂടെ ആരാണ് ഓരോ സമയവും സംസാരിക്കുന്നത്? അത് നമ്മളിലൂടെ പിശാച് സംസാരിക്കുന്നുണ്ടോ? നമ്മളിലൂടെ നമ്മുടെ തന്നെ ബുദ്ധിയും അഹങ്കാരവും സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് സംസാരിക്കുന്നുണ്ടോ? അതെയോ നമ്മളിലൂടെ ഓരോ അവസരത്തിലും ദൈവമാണോ, ദൈവത്തിൻ്റെ ആത്മാവാണോ സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ സംസാരിക്കുന്നതെന്നറിയാനുള്ള വഴി, നമ്മൾ സംസാരിക്കുന്നത് നല്ല കാര്യങ്ങളായിരിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, ഉപദ്രവിക്കാത്ത കാര്യങ്ങളായിരിക്കും, തിന്മയിൽ നിന്ന് ചിന്ത വന്ന കാര്യങ്ങളായിരിക്കുകയില്ല, മറ്റുള്ളവരുടെ ഉത്കർഷത്തിന് വേണ്ട കാര്യങ്ങളായിരിക്കും, ദൈവികമായ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് നന്മ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്.
ഇതിനൊക്കെ വിപരീതമായി നമ്മൾ മോശമായ കാര്യങ്ങളോ ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സംസാരങ്ങളോ ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളിലൂടെ പരിശുദ്ധാത്മാവല്ല സംസാരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മളിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നുവെന്ന് ഉറപ്പിക്കാനും നല്ലത് മാത്രം നമ്മുടെ സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ പുറത്തു വരാനും നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതൊരു ചിന്ത കൂടി വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു. അത് വലിയ ഒരു ആശ്വാസവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലും വലിയൊരു ധൈര്യവുമാണ് നമുക്ക് നൽകുന്നത്. ഈശോ പറയുന്നു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാതിരിക്കാൻ കഴിയുള്ളവരെയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ ഒരു സാധാരണ ചിന്തയിൽ നമ്മുടെ ശരീരം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരസുഖം, നമ്മുടെ സന്തോഷം, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്നു. പക്ഷേ ഈശോ പറയുന്നു, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവാണ്. നമ്മൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങളെ ഒരു രണ്ടാം തരത്തിലേക്ക് കാണുകയും പറ്റുമെങ്കിൽ മാത്രം അതിന് സാധ്യമായതൊക്കെ ചെയ്തു കൊടുക്കുകയും, എന്നാൽ ശരീരത്തിൻ്റെ സുഖം, സന്തോഷം, ആനന്ദം, അത്തരം കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ഈശോ നമ്മളെ വളരെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നു, ശരീരമല്ല പ്രധാനപ്പെട്ടത്. ഒരിക്കൽ മരിച്ചു പോകുന്ന ഈ ശരീരം മണ്ണിൽ അലിഞ്ഞ് ചേർന്ന് മണ്ണോട് ചേർന്ന് മാറുന്നതാണ്. പക്ഷേ ആത്മാവ് മരണമില്ലാതെ ദൈവത്തിങ്കിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, യഥാർത്ഥ മരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ്. അതുകൊണ്ടാണ് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതും ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. നമുക്ക് ഈശോ നൽകുന്ന ഈ ഓർമ്മപ്പെടുത്തലനുസരിച്ച് ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം തന്നതാണ്. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പരിപാലിക്കണം. വൃത്തിയോടെ, ശുദ്ധിയോടെ, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയിൽ നമ്മളതിനെ പരിപാലിക്കണം. ആ കാര്യത്തിന് ഒരു സംശയവുമില്ല. എങ്കിലും അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതായി ആത്മാവിനെ കാണാനും ആത്മാവിൻ്റെ കാര്യങ്ങൾ വീഴ്ച വരുത്താതിരിക്കാനും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സംസാരമോ ചിന്തയോ പ്രവർത്തനങ്ങളോ ഒന്നും നമ്മളിൽ നിന്ന് സംഭവിക്കാതിരിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെന്നും ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതെന്നും നമുക്ക് ഓരോ സമയവും ഉറപ്പിക്കാനും സാധിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.